എന്നോട് പറഞ്ഞൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഒരു സെയിം ഇതിൽ തന്നെ പോവുക, പ്രാർത്ഥന മുറുകുന്നു, പക്ഷെ ഒരു ഇതും കാണുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ശുശ്രൂഷയ്ക്ക് പോകണമെന്നൊരു, ഇപ്പം ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ശുശ്രൂഷയ്ക്ക് പോകണമെന്നൊരിതുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ച എൻ്റെ അമ്മ പോയപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പള്ളി വഴിയെല്ലാം നടന്ന് ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ അന്ന് ഭയങ്കരമായിട്ട് ഞാൻ മടുത്തായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് അമ്മേ ഞാൻ വരുന്നില്ല, അമ്മച്ചി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ ആദ്യത്തെ ആഴ്ച അമ്മ പോയി ശുശ്രൂഷ ചെയ്തു, കഴിഞ്ഞ വെള്ളിയാഴ്ച. പിന്നെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തത് ഇന്നലെ ബുധനാഴ്ചയാണ്. അപ്പം ഇന്നലെ ബുധനാഴ്ച, അപ്പം ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം കൂടി കഴിഞ്ഞിട്ട് ആ ക്ലാസ് അച്ഛൻ എനിക്ക് വേണ്ടി എടുത്തതാണ്. അപ്പം ഞാൻ എന്ന് രാവിലെ എഴുന്നേക്കുന്ന തന്നെ ഈ രാത്രി മൊത്തം മെയിൽ നോക്കിയിട്ട് എൻ്റെ അമ്മയോട് പരാതി പറയാനാണ്. ഞാൻ അമ്മയോട് പറയാം, അമ്മ എന്നെ ഇന്നും മാതാവ് പറ്റിച്ചു, മാതാവ് എനിക്ക് ഇന്നും തന്നില്ല. കാരണം എനിക്കറിയത്തില്ല, ഞാനും മാതാവ്, എനിക്ക് ഈശോ ഞങ്ങളെല്ലാം തമ്മിൽ എന്തോ ഭയങ്കര ബന്ധമുള്ളതല്ലേ, ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ആദ്യമായിട്ട് അമ്മ എന്നെ ഈശോ ഇത്രയും പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ ഫുൾ നെഗറ്റീവാണ് പറയുന്ന പോലെ, എനിക്ക് കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം അമ്മ പറഞ്ഞു, നീ എന്നെ കിച്ചു എന്നാണ് വിളിക്കുന്നത്, കിച്ചു നീ ഇങ്ങനെ പറയരുത്, കൊച്ചിങ്ങനെ പറയരുത്, മാതാവ് ഇതുവരെ നമ്മളെ കൈ വെട്ടിട്ടില്ല, മാനെ ഇനിയും കൈ വെടിയത്തില്ലെന്ന് പറഞ്ഞു.